ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിലെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാനസികവും വൈകാരികവുമായ കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ക്ലാസ്സും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ജോസഫ് സാറിൻ്റെ കുട്ടികളെ മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ക്ലാസ്സായിരുന്നു പിന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. പുതിയ ടീം ഞങ്ങൾ സാറിനെ ഒന്ന് ആദരിക്കണം എന്നുള്ളത് നമ്മൾ ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് കാരണം ഒരു സ്പീക്കറും ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു നിലയിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് സാധാരണക്കാരെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, അതിലോ കുഴപ്പമില്ല അറേഞ്ച് ചെയ്തോളാം പറഞ്ഞു. ഇത്രയും ഒരു പരിപാടി നടക്കുന്നുണ്ട് തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്ത് മറുപടി പറയണം എന്നെനിക്കറിയില്ല. ഏതായാലും നിങ്ങളുടെയൊക്കെ സ്നേഹം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്ന ഷാജി സാറിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. സോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾ അല്ലേ. അപ്പം എനിക്ക് ഒ പിയിൽ ഇപ്പോൾ വരുന്ന ഒരവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള, അതായത് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു 1 വീക്കായിട്ട് സഡൻ ചേഞ്ചസ് മക്കളിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന പാരൻസിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ, അതായത് ഇമോഷണൽ വൈസും ബിഹേവിയർ വൈസും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അവരിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഏർലി സ്റ്റേജിൽ തന്നെ നമ്മളത് മനസ്സിലാക്കിയാൽ വലിയ ഡിസോർഡറിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഏർലി ചൈൽഡ്ഹുഡിലാണെങ്കിലും അഡോളസൻറ്റിലാണെങ്കിലും ഒരുപോലെ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്നൊരു സോഷ്യൽ വിഡ്രോവൽ, മൂഡ് സ്വിങ്സ്. ആദ്യം നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല, റൂമിലകത്തേക്ക് പോയിരിക്കുന്നു, ദേഷ്യം വരാം. കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാവാം അവരിലുള്ള മാറ്റങ്ങൾ. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, അതായത് വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 6 വയസ്സുള്ളൊരു കുട്ടി ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തിയിട്ടുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. ഒരു 6 മാസത്തോളമായി ക്ലാസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവൻ പോകുന്നില്ല, ക്ലാസ് പോകുന്നില്ല, ഇഷ്ടമല്ല എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അല്ല എന്താണെന്നുള്ളത് പാരന്റിന് മനസ്സിലാവുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ആൾ കരയാം, ക്ലാസ്സിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയുക, അതായത് ബാഗ് കൊടുക്കുമ്പോൾ സമ്മതിക്കുന്നില്ല, എറിയുക. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇവർ ആകെ വെറീഡായി. കുട്ടിക്ക് എന്താണ്, അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളെ കൂടെ പോയി കളിക്കാനും ക്ലാസ്സിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം എന്താണ്, എങ്ങനെ കുട്ടീനോട് ഇത് സംസാരിച്ച് മനസ്സിലാക്കാം എന്നുള്ളത് പാരന്റിന് മനസ്സിലാവുന്നില്ല. അവൻ എന്താണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനും പറ്റുന്നില്ല, പാരന്റിനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്താണ് കുട്ടി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. അപ്പം ഒത്തിരി അവനോട് സംസാരിച്ച് നോക്കി. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതെന്ന് ഷോർട്ടാക്കിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രഷ് ചെയ്യണം എന്നുള്ളത് നീ ഇന്നലെ മുതലേ പറഞ്ഞിട്ട് ബ്രഷ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ കുറേ ദിവസമായി നമ്മൾ പറയുന്നു, ആ ഒരു സാധനങ്ങളൊന്നും ഇവരോട് പറയാതെ ഷോർട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ആ കുട്ടിയോടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നുന്നു പാരൻസിന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വിഷ്വൽ എയ്ഡ് വെച്ചിട്ട്, അതായത് ദേഷ്യം കാണിക്കുന്നതും അപ്പം അവന് സ്പീച്ചിന് ഡിലേ ഉണ്ടെങ്കിൽ പാരന്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഇമോഷൻസ് വെച്ചിട്ടെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ആളിലുണ്ടാവുന്ന റുട്ടീൻ ചേഞ്ചസിൽ ഇപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്നു, കരയുന്നു, ആ ഒരു കരച്ചിലിന്റെ റീസൺ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സ്കൂളത്തെ കാര്യങ്ങളാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നുണ്ടാവില്ല, പിക്ചർ വരപ്പിക്കാം. അതായത് കളർ നമ്മളിപ്പം നമ്മളായിട്ട് തന്നെ പിക്ചർ വരച്ചിട്ട് ടീച്ചറാണ് ഇത് ക്ലാസ്സിൽ പോയി പിന്നെ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അവരത് കാണിച്ചു തരും. ഓക്കെ, പിന്നെ വിഷ്വലി എന്തെങ്കിലും കാണിച്ചു, അതായത് അവരെന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇപ്പം ടീച്ചർ എന്തെങ്കിലും ഇപ്പം അടുത്ത കുട്ടിയോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴക്ക് പറഞ്ഞതിനാവാം അവൻ പിറ്റേ ദിവസം മുതൽ ക്ലാസ്സിൽ പോവാത്തത്. അതായത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അവർക്ക് എന്താണ്, അവരുടെ ഇമോഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
ഇത് പാരന്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കാനുള്ള വഴികൾ കണ്ടെത്തണം. ഏർലി സയൻസ് തന്നെ, അതായത് നിങ്ങൾ ഏർലി പീരീഡിൽ തന്നെ മനസ്സിലാക്കി ചില ദിവസം എന്താന്ന് വെച്ചാൽ റൂമിൽ അകത്ത് തന്നെ ഇരിക്കുക, സോഷ്യലി കംപ്ലീറ്റ്ലി വിഡ്രോ, അതായത് ഒരു റൂമിൽ ഇരിക്കുക, ഫോണ് വേണ്ട, TV വേണ്ട, ഫുഡ് വേണ്ട. അപ്പൊ പാരന്റ് കുട്ടി കുറച്ച് ദിവസമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. അവരോട് ചോദിച്ചു നോക്കി, ടീച്ചർ വഴക്ക് പറഞ്ഞോ? ഇല്ല. അതേപോലെ തന്നെ മാനേജ്മെന്റ് വിദഗ്ധൻ, പ്രൊഫസറാണ്, IIM, പിന്നെ IT സെക്ടറിൽ IITസിലൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുത്തിരുന്ന പ്രൊഫസറാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മകള് എമിയും കൂടിയിട്ട് ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. മൈ LQ എന്നാണ് ആപ്പിന്റെ പേര്. നമ്മുടെ മക്കളുടെ പോലത്തെ മക്കൾക്ക് വളരെയധികം അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുണ്ടെന്നാണ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. എന്തായാലും സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ഈ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എൻ്റെ മകന് 26 വയസ്സായി, ഇപ്പോഴും കണക്കിന്റെ 1+1 എത്രയാന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാനും സാറിന്റെ സഹായങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സർ. ഞാൻ ഇങ്ങനെ സാറിനെ ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വെച്ച് കാണുന്നതാണ്. ഞങ്ങൾ അടുത്തടുത്ത് പള്ളിയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ സാറിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഞാൻ കോഴിക്കോട് വന്നിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. കൊറോണയുടെ തലേദിവസമാണ് ഞാൻ കോഴിക്കോട് വന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ കണക്കിനെ കുറിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു കോണ്ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ അമ്മ പ്രൈമറിയിലും അപ്പച്ചൻ UPയിലും, മദറിൻലോ ഹൈസ്കൂളിലും, സിസ്റ്റർ +2ലും, ബ്രദർ കോഴിക്കോട് ദേവരി കോളേജിൽ മാത്സിൻ്റെ HOD-യുമാണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ MSc വരെ എല്ലാവരും വീട്ടിൽ മാത്സ് പഠിപ്പിക്കുന്നവരാണ്. ഞാൻ മാത്രമേ എഞ്ചിനീയറിംഗ് പോയുള്ളൂ. പക്ഷേ ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ നെയ്ബറിങ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുടെ മകനാണ് ഈ ക്യാറ്റ് എക്സാമിൽ, MBAയുടെ ക്യാറ്റ് എക്സാമിൽ നാഷണൽ ലെവലിൽ 100% വാങ്ങിയ രഞ്ജിത്ത് ജോഷുവ തോമസ്. ഈ രഞ്ജിത്ത് 5 തവണ ഇതുവരെ ക്യാറ്റിൽ 100% വാങ്ങിയ ഏക മലയാളിയാണ്. ഒന്നിൽ കൂടുതൽ മേടിച്ച ഏക മലയാളിയും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ രഞ്ജിത്തിൻ്റെ ബ്രെയിൻ അതുപോലെ ക്ലോൺ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം നെയ്ബർ എന്ന നിലയ്ക്ക്. ക്രമേണ ഞങ്ങൾ 6-7 വർഷം കൊണ്ട് ഇങ്ങനെ ശ്രമിച്ച് ഈ രഞ്ജിത്തിനെ അത്രയും നന്നായിട്ട് ഏത് കുട്ടിക്കും മാത്സ് ചെയ്യാൻ പറ്റുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിലും പക്ഷെ ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പരിചയക്കാര്, ഞങ്ങളുടെ റിലേറ്റീവ്സ്, പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളിലെ കുട്ടികളെ നമ്മൾ പരിചയമുള്ളവരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളെ ഈ കാനഡയിൽ, പിന്നെ ന്യൂസിലൻഡിൽ ഒക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് മാത്സ് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ മലയാളി കുട്ടികളാണ്. ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ്. അത് ഇപ്പോൾ എൻ്റെ മോള് പിന്നെ ജോലി ചെയ്യായിരുന്നു. അവൾ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ ഒരു 10 സിംഗിൾ ഡിജിറ്റ് അഡീഷൻ ചെയ്യാൻ വേണ്ടി ഒരു ആവറേജ് 200 മുതൽ 300 വരെ സെക്കൻഡാണ് 1ലെയും 2ലെയും കുട്ടികൾ എടുക്കുന്നത്. പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ വലിയ സ്കൂളുകളായ സിൽവർ ഹിൽസ്, ദേവഗിരി, പിന്നെ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സദ്ഭാവനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 100 മുതൽ 150, 200 വരെയുള്ള സെക്കൻഡാണ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും 60 സെക്കൻഡ് താഴെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ സർക്കാർ സ്കൂളുകളിൽ തട്ടാരത്തിൻകടവ്, നടുവട്ടം, ചെലവൂര്, പുതിയങ്ങാടി മുതലായ സർക്കാർ സ്കൂളുകളിലെ ഏറ്റവും മോശം എന്ന് പറയുന്ന സർക്കാർ സ്കൂളുകളിലെ കുട്ടികളെ ഞങ്ങൾ ഈ മാർച്ച് മാസം കാണിച്ചു കൊടുത്തിരുന്നു. അതാണ് പത്രം എഴുതി. ഞങ്ങൾ പത്രക്കാരോട് അവരും പറഞ്ഞല്ലോ കേട്ടോ, അവർ സ്വന്തം പോയി കണ്ടുപിടിച്ച് എഴുതുക. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മണ്ടൻ എന്ന് സമൂഹം ചാർത്തി കൊടുത്ത കുറേ പേരുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ ഞാൻ പഠിച്ചു വളർന്നത് നിങ്ങളൊക്കെ ഇപ്പം കേട്ടിട്ടുണ്ടാവും. പുതിയ KPC പ്രസിഡന്റായ സണ്ണി ജോസഫ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സണ്ണി ജോസഫിൻ്റെ ആദ്യത്തെ മാത്സ് ടീച്ചറും ക്ലാസ് ടീച്ചറും എൻ്റെ അപ്പച്ചനായിരുന്നു. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും നന്നായി ചെയ്യുന്നത്. കാരണം ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് ആ സ്കൂളിലെ കുട്ടികളെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്കൂളിൽ ഒരു ടീച്ചർ പ്രിൻസിപ്പൽ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ ഡാൻസിലൊക്കെ ഫസ്റ്റാണ്, പക്ഷെ അവൾക്ക് മാത്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആ കുട്ടിയെ ആദ്യം സമ്മതിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു 15 ദിവസം എടുത്തു. പക്ഷേ അടുത്ത 30 ദിവസം കൊണ്ട് ആ കുട്ടി ആ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് കണക്ക് ചെയ്യുന്ന ആളെക്കാളും ഇരട്ടി ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിച്ചു. അതോടുകൂടി എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു അവിടെ. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ മനോരമയിൽ ഈ ആർട്ടിക്കിൾ വന്നതിന് ശേഷം ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് പോയ ദിവസം ഒരു അമ്മയും മകനും, അമ്മയ്ക്ക് 77 വയസ്സ് പ്രായമുള്ള ഡോക്ടറാണ്, മകന് 47 വയസ്സുണ്ട്. ഈ 2 പേരും കൂടെ വീട്ടിൽ വന്നു എന്നെ കാണാം. അപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പോൾ വൈഫും മോളും കൂടെ ഇവരോട് ചോദിച്ചപ്പോൾ കണ്ടാലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ബട്ട് ആ കുട്ടി പിന്നെ ഓട്ടിസ്റ്റിക് ആണെന്നാണ് അവരുടെ അമ്മ പറഞ്ഞത്. ക്രമേണ നമുക്കത് മനസ്സിലാവും. ആ കുട്ടിക്ക് അധികം ചെയ്യാനും പറ്റില്ല. അപ്പോൾ അമ്മയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങൾ ഈ കൊച്ച് സ്വന്തമായി ചെയ്യണം. റൈറ്റ്? ഓൾറെഡി 47 വയസ്സായി.
അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവരുടെ വീട്ടിൽ പോയി. വന്നിട്ട് വീട്ടിൽ പോയി ഞാൻ പതുക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു 150 സെക്കൻഡിൽ 10 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റും, ആ സിംഗിൾ ഡിജിറ്റിൽ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 60 സെക്കൻഡിലൊക്കെ ആ കുട്ടി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ പോയത്. ഒരു മാസം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ചുമ്മാ കുട്ടിയോട് 2 ഡിജിറ്റ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 2 ഡിജിറ്റ്സ് ഞാൻ വിചാരിക്കും പെന്നും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് ആ കുട്ടി ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ കുട്ടി പെന്നും പേപ്പറും ഒന്നും ഇല്ലാതെ ആ കുട്ടി പിന്നെ 2 ഡിജിറ്റ് 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ ചെയ്തു. ക്രമേണ ആ കുട്ടി 2 മിനിറ്റ് 49 താഴുകയും ഇപ്പം ഇന്ന് റിപ്പോർട്ട് ഞാൻ സഭയിൽ നോക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ കുട്ടി ഒരു സബ്ട്രാക്ഷനും ചെയ്യുന്നുണ്ട് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂടി ആയിക്കഴിഞ്ഞാൽ 5 പോർഷനുമായി. അത് പിന്നെ 4 പോർഷനായി, ഫണ്ടമെൻ്റൽ 4 ഓപ്പറേഷൻ. അപ്പോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാറ് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, മന്ത്ലി മീറ്റിംഗ് നമുക്കൊന്ന് ചോദിക്കാം, അതിനുശേഷം നമുക്ക്